നമസ്കാരം, നുറുങ്ങ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 പിലോപ്പിയാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് നല്ല കുടംപുളി ഇട്ട് മുളക് ചാറ് വെക്കാം. മീൻ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഒന്ന് ചെതമ്പലൊന്ന് ചെത്തി നോക്കാം. പോരണ്ട്, നമുക്കിതൊന്ന് വൃത്തിയായിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. 2 മീനിൻ്റെയും ചെതമ്പലൊക്കെ വെട്ടി മുള്ളൊക്കെ വെട്ടി നമുക്ക് മീൻ നനഞ്ഞു പോയി. അത് നനയാത്തതായിരുന്നെങ്കിൽ നമുക്ക് ചെതമ്പല് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് കറുത്ത ഭാഗങ്ങൾ നമുക്ക് കല്ലേൽ വെച്ചൊന്ന് ഉരച്ച് വൃത്തിയായിട്ട് എടുക്കാം. മീൻ നനഞ്ഞു പോയി. അതാ, അല്ലെങ്കിൽ നമുക്ക് ചെതുമ്പലൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് ചെത്തിയെടുക്കായിരുന്നു. ഈ മീനിന്റെ തൊലി പൊളിച്ചെടുക്കാനും നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ ചെതമ്പല് ചെത്തി ആ കറുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കല്ലേൽ വെച്ചൊന്ന് ഉരച്ച് വൃത്തിയായിട്ട് എടുക്കാം. ഇതിന്റെ കൂടി ചെതമ്പല് വെട്ടിയിട്ട് നമുക്ക് മുള്ളൊക്കെ വെട്ടിയെടുക്കാം. നമുക്ക് ഇതിന്റെ ചെതമ്പലൊന്ന് വെട്ടിയോ ചെത്തി നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുള്ള് വെട്ടിയെടുക്കാം. അപ്പൊ നമ്മള് മീനിന്റെ ചെതമ്പലൊക്കെ ചെത്തി മുള്ളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കല്ലേൽ വെച്ചൊന്ന് തേച്ചുരച്ച് വൃത്തിയാക്കി എടുക്കാം. മീൻ നമ്മൾ കല്ലേൽ വെച്ച് തേച്ചുരച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തലയൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് നമുക്ക് മീൻ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. പൂവൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് മീൻ നുറുക്കിയൊക്കെ എടുക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ മീനിന്റെ ചെകിളയും പൂവൊക്കെ കളഞ്ഞെടുക്കാം. മീനിന്റെ പൂവും തലയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, ചെകിളയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീൻ നുറുക്കിയെടുക്കാം. മീൻ ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമ്മുടെ ഈ മീനിന്റെ കഷ്ണങ്ങൾ അകത്തെ ചെളിയും ചേറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. മീൻ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. തീ കത്തി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സവാള ഇത് നമുക്ക് ചേർത്തൊന്ന് വഴറ്റി എടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്പൂണെടുത്തില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള, തക്കാളി ഇതൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കണുള്ളൂ ഞാൻ. അപ്പൊ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
ഇത് നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇളക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി വറ്റിയിട്ട് നമുക്ക് ഇറക്കാം. നമുക്ക് ചാറ് വറ്റിയൊന്ന് നോക്കാം. ഇപ്പൊ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാം. ഇപ്പൊ നമ്മുടെ പിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. നന്നായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്.